വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്ന മൊഴി ആവർത്തിച്ച് പ്രതി അഫാന്റെ അമ്മ ഷമി. അച്ഛൻ അബ്ദുൾ റഹീമിന്റെ പ്രാഥമിക മൊഴിയെടുത്ത പോലീസ് ഇന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തും. ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് കൂട്ടക്കുരുതിക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. മജിസ്ട്രേറ്റിന് നൽകിയ ആദ്യ മൊഴിയിലും രണ്ടാം മൊഴിയിലും മകൻ ആക്രമിച്ചത് ഷെമി മറച്ചുവെച്ചു. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നാണ് ആവർത്തിച്ചത്. മകൻ കൂട്ടക്കൊല നടത്തിയത് ഷെമി അറിഞ്ഞിട്ടില്ല, തന്നെ മാത്രം ആക്രമിച്ചു എന്നാണ് ധാരണയെന്നും ഡോക്ടർമാർ പറയുന്നു. ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതിനാൽ വൈകാതെ മൊഴിയെടുക്കാൻ സാധിക്കുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് കൂട്ടക്കുരുതിക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഷെമിക്കും പ്രതി അഫാനും നാട്ടിൽ 50 ലക്ഷത്തിലധികം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നുവെന്നാണ് വിവരം. അഫാൻ ആദ്യം ഉപയോഗിച്ച ഫോൺ 1.5 ലക്ഷം രൂപയുടേതാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് 50,000 രൂപയുടേതും. ബൈക്കിന് വില 2 ലക്ഷം. നേരത്തെ മറ്റൊരു കാറും ബൈക്കും ഉണ്ടായിരുന്നത് വിറ്റു. കൂട്ടക്കുരുതി നടന്ന ദിവസവും സ്വർണം പണയം വെച്ച് കടക്കാരിൽ ചിലർക്ക് അഫാൻ പണം നൽകിയിരുന്നു. പിതാവ് അബ്ദുൾ റഹീമിന് വിദേശത്തുണ്ടായിരുന്നത് 10 ലക്ഷം രൂപയുടെ ബാധ്യതയാണ്. 5 ലക്ഷം രൂപ നേരത്തെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് അയച്ചു കൊടുത്തത് പലപ്പോഴായി തിരിച്ചയച്ചിരുന്നു. പാങ്ങോട് പോലീസ് കഴിഞ്ഞ ദിവസം റഹീമിന്റെ പ്രാഥമിക മൊഴി രേഖപ്പെടുത്തി. മാനസിക ബുദ്ധിമുട്ടിലായതിനാൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇന്ന് വിശദമായ മൊഴിയെടുക്കുമെന്നും പോലീസ് പറയുന്നു. അഫാൻ രാസലഹരികൾ ഉപയോഗിച്ചതിന് തെളിവില്ല. ഇടയ്ക്ക് മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്നു. ആശുപത്രിയിലെ പോലീസ് സെല്ലിലേക്ക് മാറ്റിയ പ്രതിയെ ഡോക്ടർമാരുടെ നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് ജയിലിലേക്ക് മാറ്റും. ശേഷമാകും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ നൽകുക. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.